നീ സമ്മതിക്കൂല. ഞാൻ ചെയ്യാത്ത കാര്യം എങ്ങനെയാ പെണ്ണുമ്പിള്ള സമ്മതിക്കുന്നത്? റൊണാൾഡോ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തീർന്നു പറയാൻ. എനിക്കറിയാൻ വയ്യാത്ത കാര്യത്തിനെ കുറിച്ച് ഞാൻ എങ്ങനെ പറഞ്ഞു? നിനക്ക് എങ്ങനെ അറിയാൻ പാടില്ലാത്തത്? നിനക്ക് എങ്ങനെ അറിയാൻ പാടില്ലാത്തത്? എനിക്കറിയാൻ വയ്യാത്ത കാര്യം. പെണ്ണുമ്പിള്ള നിങ്ങളെ നാലര ചോറിഞ്ഞെന്ന് വായിരിക്കുന്ന പോർത്തമെല്ലാം പറഞ്ഞ ഞാനൊരു ആണാണ് ഇതിനകത്ത്. അയ്യോ ഈ വീട്ടിൽ നിന്ന് ഒരു മൊട്ടു സ്വിച്ച് മൊത്തം റൊണാൾഡോ മുട്ടിച്ചോണ്ട് പോവാന്നോ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് 2000 രൂപ ഞാൻ വെച്ചു. നിങ്ങളുടെ പേഴ്സിൽ 2000 4000 ഉണ്ടോ ഞാൻ എങ്ങനെ അറിയാനാ? ഈ 2000 രൂപയില് ഇപ്പൊ ഇതിനകത്ത് 1500 രൂപയുള്ളൂ. 1500 രൂപ പേഴ്സ് വിഴുങ്ങല്ല, നീ വിഴുങ്ങി. നീയാണ് അവിടെ വന്ന് പോണത് ഞാൻ കണ്ടതാ. അതിലെ വന്ന് പോയെന്നും പറഞ്ഞ് അതിനകത്തിരിക്കുന്ന പൈസ ഞാൻ എങ്ങനെ എടുത്തെങ്കിൽ പിന്നെ എനിക്ക് 2000 കൊണ്ട് എടുത്തൂടെ? എനിക്ക് പിന്നെ 2000 പൈസ. എന്റെ പൊന്ന് തങ്കച്ചട്ടി, മനസ്സാവാത കർമ്മണം അറിയാത്ത കാര്യത്തിൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ തർക്കിച്ചിട്ട് എന്ത് കാര്യം? കൊടങ്ങാണ മാതാവാണ്, പ്ലാത്താങ്കര മാതാവാണ്, വേളാങ്കണ്ണി മാതാവാണ്. ഞാൻ കണ്ടിട്ടില്ല, എടുത്തിട്ടില്ല. സത്യം സത്യം സത്യം. ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? പിന്നെ അതല്ലാതെ വേറെ എന്താ വിശ്വസിക്കണ്ടേ? എന്റെ പൈസ ഇല്ല, ഞാൻ എടുത്തിട്ടില്ല പൈസ. ഇതെന്താ? 500 രൂപ നോട്ട്. 500 നോട്ടാണോ? ഇതെവിടെ നിന്ന് വന്ന്? ഇത് എന്റെ വർഷത്തിൽ കൂടെ ജോലി ചെയ്യുന്ന അജിയുടെ ഞാൻ കടം മേടിച്ച പൈസ. എന്റെ ദൈവമേ, എന്തൊരു കൊല്ലു വെച്ച നോണ. നോണ പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ കള്ളത്തിനോടും മുൻകൂട്ടി പ്ലാൻ ചെയ്തേക്കുവാണ്. എന്ത് പ്ലാൻ ചെയ്തെന്ന്? ഇന്നലെ വരെ നിന്റെ ഈ പൈസ ഇല്ല. ഇപ്പൊ ഈ സമയം കൊണ്ട് എനിക്ക് ഈ പൈസ ഇടന്നു വന്ന്. രാവിലെ നിങ്ങളല്ലേ പാല് മേടിക്കാൻ കടയിൽ വിട്ടോ? ആ സമയത്ത് ഞാൻ ATM കയറി എടുത്തത്. കുറച്ചു മുമ്പ് സജിയുടെ അടുത്ത് മേടിച്ചതെന്നല്ലേടാ പറഞ്ഞത്? ആജി എനിക്ക് ഓൺലൈനിൽ അയച്ചു തരുന്ന പൈസ മൊബൈലിനകത്ത് 500 താന്ന് പറഞ്ഞ അതിന്റെ സിമ്മിനകത്ത് ഇറങ്ങി വരുമോ പൈസ? ATM നിന്നല്ലേ എടുക്കണ്ടേ? റൊണാൾഡേ, ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. പൈസ തങ്കച്ചേട്ടത്തി, പണ്ട് പൈസക്ക് ബുദ്ധിമുട്ടുള്ളപ്പോ ഞാൻ അല്ലറ ചില്ലറ ഉടായ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മാനുവായിട്ട് പണി ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ പൈസയുടെ ആവശ്യമില്ല. അന്ന് തന്നേരം എന്റെ പൈസ ഇങ്ങ് തന്നേരം റൊണാൾഡേ. ഞാൻ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി ഉണ്ടാക്കണതാ. നിനക്ക് മറ്റേ കടപ്പലാരം മേടിക്കാൻ വേണ്ടിട്ട് 500 രൂപ എടുത്തത്. നീ എന്ത് മര്യാദ? എന്ത് കടപ്പലാരം മേടിച്ചെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നീ കടപ്പലാരം മേടിക്കാറില്ല? കടപ്പലാരം മേടിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട പൈസയാ, അല്ലാതെ നിങ്ങളുടെ ഖജനാവിൽ കൈയിട്ടെടുക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല. ഞാൻ ഈ മടലിയാൻ വെട്ടി. ഞാൻ നിങ്ങളൊക്കെ വെട്ടിക്കൊല്ല്. 500 നിങ്ങൾ എടുത്തോ. നിങ്ങളുടെ പൈസ ഞാനാ മോട്ടിച്ചത്. മാപ്പ് 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 കിട്ടിയല്ലോ. പക്ഷെ എന്തെങ്കിലും സത്യം തെളിവുണ്ടല്ലോ, 2 തുള്ളി കണ്ണീര് എനിക്ക് വേണ്ടി ഇവിടെ വീഴും. പിന്നെ 2 തുള്ളി കണ്ണീര് 500 വേറെ ഇല്ലാതാക്കി കളഞ്ഞു. എന്തൊരു പാടാടപ്പനെ. ഇതിപ്പോ ഇവനെയൊക്കെ പേടിച്ച് പൈസ എവിടെയും വെക്കാത്ത അവസ്ഥയല്ലോ ഇപ്പൊ. അല്ല പിന്നെ അമ്മ എന്താടാ നീ അതിനിടയ്ക്ക് കമ്മേന്ന് വിളിച്ചോണ്ടിരിക്കണ? ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുവല്ലേ? അതന്നെ, ഞാൻ വേറൊരു കാര്യം പറയാൻ. പറ. അമ്മ, റൊണാൾഡോ മാത്രല്ല, ഡാഡിയും ആ മുറി കയറിയിരുന്നു. എപ്പോ? രാവിലെ. നീ കണ്ടാ? ഹലോ ക്ലീറ്റോ ആണോ? പിന്നെ നിങ്ങൾ ഇന്ന് പോയപ്പോ എന്റെ പേഴ്സ് എങ്ങാനും എടുത്തായിരുന്നാ? എന്നാ പിന്നെ അതൊന്ന് പറയാൻ പാടില്ലേ ക്ലീറ്റോ? പിന്നെ മറന്നുപോയി. അതെന്ത് മറവിയത്? അവൻ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ഞാൻ വെച്ചിട്ട് പോ. എന്താ? ഡാഡി എടുത്തെന്ന് കണ്ട. ഞാൻ പറഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് സമയത്തിനൊന്നും പറയൂലല്ലോ നീ. ഞാൻ നേരത്തെ അമ്മയോട് പറയാൻ വന്നപ്പോ അമ്മ എന്നെ മോനെ എന്താ ഇനി എന്റെ തരാൻ പൈസ ഇല്ല. എവിടെ പോവാ? ഞാൻ ചാവാൻ പോകുന്നു. എന്ത് വേണം? നിക്ക്. എന്തിന് നിക്കടാ, നീ എന്തിനു ചൂടാവണേ? ഇനി എണ്ണി നോക്കിയിട്ട് അത് കാണാത്തത് എന്റെ മണ്ട കൊണ്ടുവരാനാണോ? എന്താ അതാ ഞാൻ ചോദിക്കുന്നത്. എന്താ പൈസ തന്നല്ലോ, കണക്കും പറഞ്ഞ 500 രൂപ തന്നില്ല. ഇതെന്തിപ്പോ തിരിച്ചു വരുന്നത്? നീ എടുത്തോ. കാര്യം എനിക്കൊരു വിഷമം. എന്തിന്? എന്താ മോനെ? അത് ഡാഡിയാ പൈസ എടുത്ത, അതുകൊണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ എനിക്കറിയാവുള്ള സകലമാന മാതാക്കളെ പിടിച്ച് സത്യം വിട്ടപ്പോ നിങ്ങൾ അംഗീകരിച്ചോ? ഇപ്പൊ കള്ളൻ കപ്പലത്തിൽ നിങ്ങളുടെ കെട്ടുവിനാ കള്ളൻ. ഉടനെ നിങ്ങൾക്ക് വിഷമോ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ 2 തുള്ളി കണ്ണീരി ഇവിടെ വീണേ വേണ്ടപ്പോളെ ഈ 500 രൂപ വെച്ച്
നിങ്ങൾ നിങ്ങളുടെ ആടിപ്പിക്കാത്തോണ്ട് ഫണ്ടിനകത്ത് തരുന്നില്ല, തരുന്നില്ല. എനിക്ക് വേണ്ട എനിക്ക് കേട്ടോ? തരുന്നില്ല. മോനെ വല്ല ഹോസ്റ്റലിൽ നിന്ന് പഠിക്കും. ഈ തള്ളയുടെ കൂടെ നിന്നാ നീ സകലമാന വൃത്തിയായിട്ട് സ്വഭാവം പഠിച്ചിട്ട് നീ നശിച്ചു. 500 രൂപ കൊണ്ട് വന്നേക്കുന്നു എന്നെ. സമാധാനത്തിന് പറയാൻ തുടങ്ങിയപ്പോഴത്തേനും അവനപ്പ എന്റെ തലയിൽ കയറിന്ന് തിന്നാൻ വരുന്നു. ക്ലീറ്റോനെ കള്ളന്ന്. അപ്പൊ അവൻ കണ്ടിട്ട് എത്ര നാളായി? ലേറ്റ് ആവണെന്ത്? ബ്ലോക്കാ. കുഴപ്പമില്ല. സാർ ഞാൻ റെഡിയാണ്. മെല്ലെ വരെ വിളിച്ചാൽ ശരി. ഏട്ടാ ഇറങ്ങിയാ? ഇറങ്ങാം. വണ്ടി വരാനുണ്ട്. എന്തെങ്കിലും മറന്നാ? എന്തുവാ? നിന്നെ എന്തെങ്കിലും മറന്നാ? പറ. ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും മറന്നിട്ടില്ലേ? ഇല്ല. എപ്പോഴും എല്ലാം എടുത്തിട്ടുണ്ട്. എപ്പോഴും കൊണ്ടുപോകണ എല്ലാം. പണ്ടാണ് ഹെൽമെറ്റ് എടുക്കുക. ഇപ്പൊ ഹെൽമെറ്റിന്റെ ആവശ്യമില്ലല്ലോ. എന്നാ 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 അനിയണ്ണേ അണ്ണാ ആരുടെ എന്റെ കനാൻ ചെറുക്കനാ. അമ്മയാണ് നിന്നെ കണ്ട ഇപ്പൊ ആവനാടിയിലെ മമ്മൂട്ടിയെ പോലെ ഉണ്ടടാ. ചുമ്മാ ഇടക്കാറ്റി കൊള്ളാടാ. രാവിലെ രണ്ടെണ്ണം അടിച്ചോളൂ. എന്തിനാവാ ഈ പാടിയില്? ഇന്ന് പണിക്ക് പോയില്ലേ? അപ്പൊ പണിയൊക്കെ കുറവോടെ ഇല്ല മക്കളെ, തീരെ ഇല്ല. മനസ്സിലായി. നിനക്കെന്നെ അറിഞ്ഞൂടാ അവനെ? മനസ്സിലായില്ല? എങ്ങനെ മനസ്സിലാവാനാണ്? അവൻ അങ്ങോട്ടൊക്കെ വരണ്ടേ? നിങ്ങളത് വരൂലല്ലോ. അണ്ണാ മാന്തോടെ രാധവല്യമ്മയില്ലേ? രാധവല്യമ്മയുടെ അനിയണ്ണേ. ഓ ശരി ശരിയാ. ഞാൻ ഇവന് വെറും അണ്ണം മാത്രമല്ല, അച്ഛന്റെ സ്ഥാനമാണ് എനിക്ക്. ഇവനെ ആ തങ്കം പെണ്ണിനെയൊക്കെ ഞാൻ എന്തോരം തോളത്ത് ചുമന്നോണ്ട് നടത്തേക്ക്. അല്ല പെണ്ണോടെ പോയി? അവളെ തങ്ക ചേച്ചി അവിടെയാ. അവിടെയാണോ? ഡി പെണ്ണ തങ്കം ഇവിടെ വാടി. ചായ എടുക്കട്ടെ? അണ്ണം വന്ന്. അയ്യോ വേണ്ട മക്കളെ, പിരിഞ്ഞു പോവും. അയ്യോടി മക്കളെ, നീ ഇപ്പൊ വലിയ മെമ്പറൊക്കെ ആയല്ലേ. എന്നാലും ഇവനെയും കൂട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് അണ്ണനെ കാണണ്ടേ? അതെങ്ങനെ? മുത്തുരാമൻ കൊച്ചുണ്ടായിരുന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പിന്നെ കുഞ്ഞമ്മയും കാണാനില്ല. ഓരോ തിരക്കല്ലേ. ഓ പിന്നെ വീട്ടില് മിനി ചേച്ചിയും പിള്ളേരെന്ത് പറയുന്ന? അവളെ എവിടെ പോവാനടി, അവിടെ തന്നെ ഉണ്ട്. പിന്നെ കൊച്ചുങ്ങൾക്ക് എപ്പോഴും സൂക്കേടേ. അയ്യോടാ. അണ്ണം വന്നത് കൊച്ചുങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അണ്ണന് വേണമെങ്കിൽ ജോലിയൊന്നും ഇല്ല. 1000 രൂപ ഉണ്ടെങ്കിൽ നടന്നു ജോലി വരുമ്പോ ഞാൻ ഉറപ്പായിട്ട് തരും. കള്ളൂടിയൊക്കെ ഉണ്ടോ? പൊടി അടിച്ച് ഒരു മാതിരി രാവിലെ കൂടെ 2 അടിച്ചതേ ഉള്ളൂ. അണ്ണാ ചുമ്മാ. പിന്നെ അവളെ കള്ളൂടിയൊക്കെ അങ്ങ് നിർത്തണം, വല്ല അസുഖവും വരും. നമ്മളൊക്കെ ഇനി എത്ര കാലം ജീവിച്ചിരിക്കാം. അപ്പൊ തന്നെ ഇവിടെ പറ്റി പിടിച്ചിരിക്കണേ. ഇവിടെ ഓ മുറുക്കാൻ നിന്നപ്പോ വെറ്റാര തുമ്പ് കയറി ഒട്ടി. അണ്ണാ എനിക്ക് വണ്ടി വന്ന് ജീപ്പ് വന്നേ. ഞാൻ പോയിക്കോട്ടെ. ഞാൻ ഇറങ്ങണ്ടേ? എനിക്ക് പോയിട്ട് വേണം പിള്ളേരെ ആശുപത്രി കൊണ്ടുപോകാൻ. ശരി ശരി ശരി. ചേച്ചിനെയൊക്കെ തിരക്കിന്ന് പറയണേ. പിന്നെ എന്ത് എപ്പ പറഞ്ഞു നേട്ടാ മതി. മക്കളിപ്പോ എന്ത് പരിപാടി? അത് മൂത്തവള് ഇപ്പൊ ജോലിക്ക് പോണടേ. ജോലി ആയാ? നല്ലോണം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നണല്ലേ. പിള്ളേരെ കൊണ്ടുപോകാനാണോ കള്ളുടിക്കാനാണോന്ന് ആർക്കറിയാം. ചായ വേണമെന്ന് വെച്ചാ പറയാ പിരിയും. ചേച്ചി ആ ചേട്ടനില്ല, എന്താ അനിയണ്ണനാ? ആ അനിയണ്ണനെ ഞാൻ കാണാറുണ്ട് ചേച്ചി. ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോ ജംഗ്ഷനിലൊക്കെ നിക്കണ കാണാം. പക്ഷെ എനിക്ക് ബന്ധം അറിയില്ലല്ലോ. പണ്ട് എപ്പോഴും പോവായിരുന്നു ഇവരുടെ വീട്ടില്. അവരിങ്ങോട്ടും വരും. രാധവല്യമ്മയും അനിയണ്ണനും പിന്നെ അനിയണ്ണന്റെ ഒരു മൂത്ത സഹോദരനുണ്ടായി സതിയേട്ടനും എല്ലാവരും വരുമായിരുന്നു. എന്റെ പൊന്നെ എന്തൊരു രസമായിരുന്നു. നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനിയണ്ണനൊക്കെ ഇറച്ചു പോയിട്ട് അത് മാങ്ങ പൊട്ടിക്കാനും മീൻ പിടിക്കാനും അങ്ങനെ ഭയങ്കര നല്ലായിരുന്നു. പിന്നെ വളർന്നു കഴിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവോ ഒന്നുമില്ല. ഭയങ്കര കുടിയാൻ തോന്നുന്നല്ലേ? അതന്നെ ഇപ്പഴാണ് ഇങ്ങനെ. പണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കള്ളും കുടിക്കൂല്ലോ ഒന്നുമില്ല. നല്ല മാന്യമായിട്ട് കുടുംബമൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാ. എന്നാണാവോ ഇങ്ങനെ തുടങ്ങിയത്? പാവം കൂട്ടുകെട്ടായിരിക്കുവേ. ആയിരിക്കും. പിന്നെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചേച്ചി ആ മിനി ചേച്ചിനെ ഒന്ന് വിളിച്ചില്ലേ? ശരിയാ. ഇവിടെ വന്നു പിന്നെ പിള്ളേർക്കും വയ്യാന്നൊക്കെ പറഞ്ഞിരിക്കും. തിരക്കായിരുന്നു. വിളിക്കായിരുന്നല്ലേ, കൊറേ നാളായി ഞാൻ വിളിച്ചിട്ട്. ഒന്ന് വിളിക്കേ. നമ്പറൊക്കെ ഉണ്ടാന്നാവോ? ഞാൻ പോയി നോക്കിട്ടും വിളിക്ക്.
എന്താടാ എന്തുറ്റി? എന്താ വേണ്ടത് നിനക്ക്? ഒന്നുമില്ല. ഏ? ഒന്നും വേണ്ട. ഒന്നും വേണ്ടേ? വിശക്കുന്നുണ്ടോ? ഏ? എന്താടാ? ഒന്നുമില്ല. മാറുപോ. എനിക്കറിയാനൊന്ന് നീ ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നെന്ന്. അതെന്താ മാമി? ആണാ? നീ നേരത്തെ ഒരു വലുത് എടുത്തോണ്ട് ഓടിയതല്ലേ? അത് നീ ഒറ്റക്ക് തിന്നില്ലേ? വല്ല വയറുകളൊക്കെ മരുപ്പൊക്കെ പോ. ഇല്ല, ഞാൻ വീട്ടിലെപ്പോഴും നിന്നതാ. ആ ഇത് മതി. എടി പോ. നമ്മള് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങള് ആ ഞാൻ മിഞ്ചേച്ചിനെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായി. ആ പിള്ളേർക്ക് ഒരു കുഴപ്പമില്ലെന്ന്. പുള്ളിക്കാരൻ കള്ളുടിക്കാൻ വേണ്ടിട്ട് നോണ പറഞ്ഞതാ പൈസ കിട്ടാൻ. കണ്ടാ? ആടി, ഇത് സ്ഥിരം പരിപാടിയാന്ന്. ഇങ്ങനെ പൈസ ആവശ്യം വരുമ്പോഴത്തേനും ആർക്കെങ്കിലും വീട്ടിൽ സുഖമില്ലാന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ അടുത്തും ബന്ധുക്കാരുടെ അടുത്തും നാട്ടുകാരുടെ അടുത്തൊക്കെ പൈസ കടം മേടിക്കും. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ചേച്ചി. കഷ്ടമാണ് അല്ലേ പിള്ളേരുടെ ഒക്കെ കാര്യം പറഞ്ഞ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? ചേച്ചി കരയുന്നു, പാവം തോന്നുന്നു. ഇനി വന്നാ കൊടുക്കരുത് കേട്ടോ. ഇനി കൊടുക്കരുത്. ആ ഇവരൊക്കെ സത്യം പറഞ്ഞാലും ആളുകൾ കൊടുക്കത്തില്ല. സത്യം. കനകന അറിയണ്ട. അതെ. കനകന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പൈസ കൊടുക്കൂല ഇനി. എന്നാലും എന്താല്ലേ ഏട്ടാ? ഈ അനിയണ്ണ ഇങ്ങനെ ഒരാളെ ഇല്ലായിരുന്നു. പണ്ടൊക്കെ ഞങ്ങളെ നാടകം കാണിക്കാൻ കൊണ്ടുപോണത്, സിനിമയ്ക്ക് കൊണ്ടുപോണത് ഒക്കെ അണ്ണനാ. ഈ കുന്നുകുളം അമ്പലത്തിലൊക്കെ നമ്മൾ നാടകങ്ങൾ കാണാൻ പോകുന്ന സമയത്തൊക്കെ സേമിയ പൈസ ഒക്കെ മേടിച്ച് തന്ന് എന്നെ അവളെ അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഇതിപ്പോ മിനി ചേച്ചി വിളിച്ചപ്പോഴല്ലേ കാര്യം അറിഞ്ഞത്. ഞാനാണെങ്കിൽ നേരത്തെയൊക്കെ അങ്ങോട്ടൊക്കെ മാന്തോട്ടിലൊക്കെ പോവായിരുന്നു. ഇപ്പൊ കുറച്ചാളായിട്ട് പോകാനും പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഒന്നും അറിഞ്ഞൂടെ. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇത് എങ്ങനെ ആയെന്ന് എനിക്കൊരു ഐഡിയ. ഈ പിള്ളേരുടെ പേരിലൊക്കെ അവർക്ക് അസുഖമാന്നൊക്കെ പറഞ്ഞിട്ട് കാശ് വാങ്ങിക്കാം, അതൊക്കെ ഭയങ്കര മോശമായിരുന്നു. കള്ളു കുടിക്കാനുള്ളവർ എങ്ങനെയാണെങ്കിലും വാങ്ങിക്കും. എന്നാലും അഡിക്ഷൻ ആയിപ്പോയി. ഞാൻ ചേച്ചിയോടും പറഞ്ഞു ഇനി വന്ന പൈസ കൊടുക്കണ്ട, വെറുതെ എന്തിനാ. വീട്ടിന് എന്തേന്ന് ഉള്ളിപ്പെറുക്കി ഇരിക്കണ? കഴിച്ചേ കഴിക്ക്. ഇത് വേണം, കറി വേണം. മതിയടി. പെണ്ണേ, തങ്കമണി, മക്കളെ. എന്തോ ആ അനിയണ്ണൻ എവിടെ? അന്ന് വന്നപ്പോഴും അകത്തോട്ട് കയറാൻ പറ്റില്ല മക്കളെ. ആ പിള്ള ഇവിടെ ഉണ്ടായിരുന്നോ? ഓ എടാ, മക്കൾക്ക് മാമനെ മനസ്സിലായ? അണ്ണന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ ഇപ്പൊ ഒന്നും വേണ്ട മക്കളെ. അല്ല പെണ്ണെ, നിന്റെ മാപ്പിള രാഷ്ട്രീയമൊക്കെ മതിയാക്കിയ? പിന്നെ എന്നേ ഉപേക്ഷിച്ച്. പഠിച്ചോ. ഇപ്പൊ വി ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തോ പേര് പറയോ അതിന്, എന്തോ കൺസൾട്ടിങ് ഏജൻസി, അങ്ങനെ എന്തോ ഒരു സാധനം. എന്തൊക്കെ ആയിട്ട് നിങ്ങൾ ഇതുവരെ രക്ഷപ്പെട്ടില്ലല്ലോ മക്കളെ, പച്ച പിടിച്ചില്ലല്ലോ. അതൊക്കെ ആവും. മൂത്തമോളെ എവിടെടി? അവളങ്ങ് എറണാകുളത്ത് പഠിക്കുവാ. ആ അണ്ണൻ ചുമ്മാ ഇറങ്ങിയതാണ്. കള്ളം പറയാൻ വയ്യ മക്കളെ. അണ്ണന് ഒരു 2000 രൂപ വേണം. ഒരത്തൻ്റെ വാങ്ങിച്ചതാ. ഇന്നലെ അവൻ എന്തൊക്കെ എന്നെ പറഞ്ഞു. ഇന്ന് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. എന്റെ എവിടെന്നാ അണ്ണാ പൈസ? ഒരു പൈസ ഉണ്ടാവില്ല. 2000 രൂപ ഇട്ടോണ്ട്. അതേ കനകം വന്ന് അണ്ണ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഇരിയടാ. പിന്നെ അണ്ണനൊരു 2000 രൂപ തരാനുണ്ടോ? സത്യമായിട്ട് വെച്ചൻ്റെ വാങ്ങിച്ചതാ. കള്ളല്ലടാ, ഇത് സത്യമാണ്. ഇന്ന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. അമ്മയാണ് കള്ളുടിക്കാനല്ല, ഇന്ന് കൊടുക്കണോടാ എങ്ങനെയെങ്കിലും. പണി കിട്ടിക്കഴിഞ്ഞാൽ ആണ് എല്ലാം ചേർത്ത് തരാം. നേരത്തെ വാങ്ങിച്ചതും എല്ലാം ചേർത്ത് സത്യമായിട്ട് തരും. അണ്ണാ അറിയാലോ, സർക്കാർ ജോലിയല്ലേ, അപ്പൊ നമുക്ക് ശമ്പളം ഇതുവരെ വന്നിട്ടില്ല. അതൊക്കെ ഒരു സൈഡ് നിൽക്കും. മാസം 70,000 രൂപ എണ്ണിച്ചുട്ട അപ്പം പോലെ ശമ്പളം വാങ്ങിക്കുന്ന നിനക്ക് അണ്ണനൊരു 2000 രൂപ വരെ ഇല്ലല്ലേ? അതുകൊണ്ടല്ല മനസ്സിലാവും. ഞാൻ സത്യമാണിടാ പറയുന്നത്. വല്ലാത്തൊരവസ്ഥയില്ല. പണക്കേട്. ഞാൻ കുടിക്കാനൊന്നും അല്ല വാങ്ങിച്ചത്, വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. കൊടുക്കേണ്ട ദിവസം കഴിഞ്ഞു, ഒരാഴ്ച, നാളെ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തോ ചെയ്യുന്നേ? പൈസ ഇല്ലാതെ. അപ്പൊ ഇല്ലല്ലേ?
മാം എടാ ഒന്നുമില്ലെങ്കിലും നിന്നെയൊക്കെ രണ്ടെണ്ണത്തിന് ചുമന്നോണ്ട് നടന്നാണ് ഞാൻ. ആ ചുമട്ടുകൂലി ആയിട്ടെങ്കിലും കരുതി 2000 രൂപ തരാൻ ഇല്ലല്ലേ? ഇത്രയ്ക്ക് അത് പതിച്ചാടാ. അനിയണ്ണ നമ്മൾ അനിയണ്ണ ഇങ്ങനെയാണ്. അനിയണ്ണ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. തിരുത്താനും സമയമില്ല. ഉള്ള ശേഷിക്കുന്ന കാലമൊക്കെ അങ്ങ് പോവാ. നമ്മൾ കണ്ടെത്തുന്നില്ലാണ് കഴിക്കാതിരിക്കണ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാണ്, അണ്ണൻ എപ്പോൾ വേണോ ഇവിടെ വരാം, ഇവിടെ 2 ദിവസം നിൽക്കണോ നിൽക്കാം, എല്ലാത്തിനും നമുക്ക് ആഹാരം കഴിക്കാം, ഇവിടെ നിൽക്കാം, നമ്മളോട് താമസിക്കാം, എന്ത് വേണോ ചെയ്യണ. പക്ഷെ വെള്ളമടി വലിയ നീ എന്നെ ഉപദേശിക്കാനാ നിൽക്കാതെ എന്റെ ഇപ്പൊ അത്യാവശ്യത്തിന് 2000 രൂപ വേണം. ഉണ്ടാ നിന്റെ കയ്യില്? ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതുകൊണ്ടല്ല തരണ്ടാ, വേണ്ട. ആ 1000 ചേർത്ത് ഞാൻ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? നിന്റെ 1000 രൂപ ഞാൻ ഇന്ന് എന്നെ തിരിച്ചു തന്നേക്കാം കേട്ടാ. പോട്ടാ മക്കളെ. കനക പാടാ ഇല്ലല്ലേ? കഷ്ടമാലോചിച്ചത്. കുടിച്ച് നിൽക്കുവാണ് ഇപ്പോഴും. ഇനിയും പോയി കള്ളുടിക്കാൻ വേണ്ടിട്ട്. നന്നായി കൊടുക്കാഞ്ഞത്. എടാ നമുക്ക് എവിടെയെങ്കിലും വല്ല ഈ കള്ളുടി നിർത്തുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ആക്കാൻ നോക്കാമായിരുന്നു. ഇപ്പൊ തന്നെ കാണിച്ചിട്ടില്ലേ? പറഞ്ഞ കേൾക്കൂലടി. അതാ പറഞ്ഞ എന്തെങ്കിലും എന്താ ഡി അഡിക്ഷൻസ് ഉണ്ടത്, അവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇങ്ങനെയുള്ളതൊന്നും വരുത്തില്ല ചേച്ചി. ഒരു പാടാ, പിടിച്ചു കെട്ടിക്കും കൊണ്ടുപോണ്ടി വരും. എന്നാ നല്ല സ്നേഹമുള്ള മനുഷ്യൻ. സ്നേഹം എനിക്കതാണ് വല്ലാണ്ടായിപ്പോയത്. നമ്മളെ ഭയങ്കര നമ്മൾ വല്ലാണ്ടൊന്നും ആവണ്ടാവോ. 2 ദിവസമെങ്കിൽ 2 ദിവസം കൂടുതൽ ജീവിച്ചിരിക്കും ഒരു നേരം കുടിച്ചില്ലെങ്കിൽ. വാ. ഒരു പണിയില്ലാഞ്ഞിട്ടാണോ ഈ പൊടി അടിച്ചത് ഇവിടെ കിടന്നപ്പോ നീയോ നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ ആരെങ്കിലും വന്ന് ചെയ്യണുണ്ടോ? എനിക്കിത് ചെയ്തേ പറ്റൂ. ബുദ്ധിമുട്ടാണ്, നിനക്കൂടെ സഹകരിക്കാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല ഏട്ടൻ ചെയ്തോ. എല്ലാം എന്റെ തല തന്നെ. ചേച്ചി അങ്ങനെയെങ്കിലും കുറച്ച് സമയം അവിടെ അത് പറങ്ങുമ്പോ എന്തൊരു ഒച്ചയാന്നറിയാമോ? കട 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 കട. അത് അപ്പൊ ഏട്ടന്റെ കുറച്ച് ശബ്ദം കുറഞ്ഞു കിട്ടും. അത് നന്നാക്കിക്കോ. ഞാനൊരു ചെരുപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളാരിപ്പൊന്ന് പോരാണ്. എവിടെയാ ഉള്ളത്? നീ ആയിരുന്നാടാ? ആ സാറേ, സാറിന് ആയിരുന്നോ? സാറിന് പോണ്ടായിരുന്നോ? ആ പോണം. സാറിന് എന്റെ പണിയൊക്കെ അറിയാവോ? എല്ലാ പണിയും ചെയ്യൂലേ നമ്മള്. 500 അല്ലേ? ആ അതെ അതെ, എടുത്തോണ്ട് വരാവേ. ആ സാറേ, നമ്മുടെ മാന്തോപ്പിലെ അനിയാണ് സാറിന് ബന്ധുവല്ലേ? ആ ആ ഇന്ന് ഇവിടെ ജംഗ്ഷനിൽ നടന്ന വിഷയം സാർ അറിഞ്ഞായിരുന്നോ? എന്തിനാ? നമ്മുടെ പരീക്ഷ കൊടുക്കുന്ന നിസാർക്കല്ലയോ, പുള്ളിയായിട്ട് എന്തോ അനിയണ്ണ എന്തോ പൈസയുടെ കുറച്ച് ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നായിരുന്നു അവിടെ ലാസ്റ്റ് ഡേറ്റ്. പുള്ളി പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് കൊടുത്തതുമില്ല. ആകെ വിഷയമായി. പുള്ളി അവർ നിങ്ങളെന്തോ കച്ചടക്കം ഉണ്ടായി. പുള്ളി എന്തോ അടുക്കി പിടിക്കൊണ്ട് ചെയ്ത് നമ്മുടെ അനിയണ്ണ കരഞ്ഞിട്ട് അങ്ങോട്ട് പോകണുണ്ടായിരുന്നു. ചേട്ടാ അറിഞ്ഞില്ല? വിളിച്ച് പറഞ്ഞില്ല? ആരെങ്കിലും വിളിച്ച് പറഞ്ഞായിരുന്നോ? ആ OTP ഒന്ന് പറയാം വെച്ച്. അയച്ചിട്ടുണ്ടോ? ആ ഒന്ന് പറയാമോ? കിട്ടിയാ? ആ കിട്ടി കിട്ടി. ഞാൻ ആ ചെരുപ്പ് അകത്തോണ്ട് വെച്ച് എടുത്തോണ്ട് വരാൻ ചേച്ചി. അപ്പോൾ ശരി എന്നാ. ശരി സാറേ. എന്താടാ കനക? അപ്പൊ പൈസ വന്ന് ചോദിച്ചത് കൊടുക്കാൻ വേണ്ടിട്ട് തന്നെ ആയിരിക്കും അല്ലേ? ഒന്നാമത്തെ കള്ളു കുടിച്ച് നടക്കണോണ്ട് ആരും പറഞ്ഞാൽ വിശ്വസിക്കൂല. ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ?
പൈസ ഇല്ലാന്ന് പറഞ്ഞാലും ആൾക്കാർ സമ്മതിക്കൂല. സാരല്ല, നമുക്ക് അടുത്ത ദിവസം വല്ലതും 2000 രൂപയുടെ കാശല്ലേ ഉള്ളൂ, അതുകൊണ്ട് മിനിച്ചിരി കൊടുക്കാം. എന്നിട്ട് അനിസാർക്കിടെ കൊടുത്തിട്ട് ഇടപാടങ്ങ് തീർക്കാൻ പറയാം. നാളെ പോവാം. നാളെ കാണാൻ പോവാം. ഇന്നിപ്പോ നിനക്ക് പോകണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ വൈകുന്നേരം പോകാം. അത് ഇന്ന് പോകണം. എടി ലില്ലി ചെരുപ്പ് കാണിച്ചേ. പൊട്ടിച്ചോണ്ടിരിക്കുക ചേച്ചി, പോരാ. ഒന്നും പിന്നീട് വെക്കാൻ പാടില്ല. അവിടെ ഇറങ്ങിയില്ലേ? റെഡിയായി കാണുമായിരിക്കും. ചേച്ചി ഓ വരുവാ. റെഡി ആയില്ലേ? ആ റെഡിയായി. അമ്മ ഞാൻ മഴയത്ത് ഇറങ്ങാ കളിച്ചോളാ. എടി ഇവനൊന്ന് നോക്കിയേക്കണം കേട്ടാ. ചെറിയ ചൂട് തോന്നിയത് കൊണ്ടാണ് സ്കൂൾ വിടാൻ. എന്നിട്ട് ഇപ്പൊ അവിടെ താഴെ പോയി കളിക്കണോന്ന്. നീ ഇങ്ങ പോരുവാ. മഴ വരാൻ നേരത്ത്. വേണ്ട മാന്തോടിയിൽ അപ്പം വിളിക്കണം. അനിയണ്ണന് തല്ല് കിട്ടിയ കാര്യം പറയാനായിരിക്കും. എടുക്കടാ, നമ്മളങ്ങ് വരികയെന്ന് പറ. ചെല്ല് അവിടെ പോയി പാടാ. ഈഴരുത്. എന്താടാ? പോണ്ടേ? എന്താ അനിയണ്ണം എന്താടാ? അനിയണ്ണം പോയി. എവിടെ പോയിന്ന്? വീടിന്റെ പുറകിൽ മാവില് തൂങ്ങി. ഇതാണോടാ പറയുന്നത്? വല്ലാത്തൊരവസ്ഥയില്ല. പാടാ. നമ്മൾ വല്ലാണ്ടൊന്നും ഉണ്ടാവും. 2 ദിവസമെങ്കിൽ 2 ദിവസം കൂടുതൽ ജീവിച്ചിരിക്കും, ഒരു നേരം കുടിച്ചില്ലെങ്കിൽ. Aliens.